الحمد لله نحمده ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هم لفروجهم حافظون. ഏറ്റവും ആദരവും പ്രിയവുമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചും പാലിച്ചും മാനിച്ചും മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്നും മുത്തഖീങ്ങളായി തന്നെ മരണപ്പെടണമേ എന്നും എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വിജയം വരിച്ച വിശ്വാസികളായ ആളുകളുടെ സവിശേഷതകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിൽ വിശദീകരിക്കുന്നതാണ് നാം സംസാരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അതിലെ മറ്റൊരു സവിശേഷതയാണ് ഈ 5-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കുണ്ടാകണം എന്ന് നമ്മെ നിർദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്ന് നിർദ്ദേശിക്കുന്നത്. ഹിതമായ രൂപത്തിൽ ഓരോ വ്യക്തിയും അവനവൻ്റെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതിനപ്പുറമുള്ളത് ഹിതം അല്ല, അവിഹിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഇത്തരം അവിഹിതമായ മാർഗങ്ങളിലൂടെ ജീവിതത്തിന് വഴിതെറ്റുന്ന ട്രാക്ക് മാറുന്ന ഒരവസരവും ഉണ്ടാകരുത് എന്ന് വളരെ കൃത്യമായി വ്യക്തമായി പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. വ്യഭിചാരം എന്ന മഹാപാതകമാണ് അവിഹിതമായ മാർഗത്തിന്റെ ഓമന പേര്. സിന എന്നാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഖുർആനോ ഹദീസോ ഒരു ഭാഗത്തും നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞിട്ടുമില്ല. അതിന്റെ എല്ലാവിധ വാതിലുകളും കൊട്ടിയടച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 32-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് വലാ തഖറബുസ് സിന, നിങ്ങൾ ആ സിനയിലെ മേഖലകൾ തന്നെ സമീപിക്കരുത് എന്നാണ്. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, കാരണം അത് നീചവൃത്തിയും ദുഷിച്ച മാർഗവുമാണ്. വഴിവിട്ട ലൈംഗിക ദുരാചാരങ്ങൾ ഇന്ന് ലോകത്ത് കൊടികുത്തി വാഴുകയാണ്. ഇന്നെന്നല്ല, ലോകത്തിൻ്റെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അത്തരം ഒരു മാർഗം പല രംഗത്തും ഉപയോഗപ്പെടുത്തുന്നതായി കാണാൻ കഴിയും. ഇസ്ലാം കടന്നു വന്നപ്പോഴും അത്തരം വൃത്തിഹീനതകൾ എമ്പാടുമുണ്ടായിരുന്നു. കൊടികുത്തി ആളുകൾ അടയാളപ്പെടുത്തി വച്ചിരുന്നു. ഒരു ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ ആ വീട്ടിൽ ഒരു കൊടിയടയാളം ഉണ്ടായാൽ അവിടെ ഒരു വേശ്യയുണ്ട് എന്നും അവിടെ നിന്ന് കള്ള് മദ്യപാനം നടത്താമെന്നും ഒരു സിഗ്നലായി കണ്ടിരുന്ന ഒരു കാലഘട്ടം. മറ്റൊന്ന്, ഞാനും നിങ്ങളുമൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സഹോദരിമാരും ഉമ്മമാരും പെങ്ങന്മാരുമായ ആളുകൾ. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗമുണ്ട്. വല തളിരിബിന ബി അർജുലിഹിന്ന, അവർ അവരുടെ കാലുകൾ കൊട്ടരുത്. രണ്ട് രൂപത്തിലാണ് ഇത് വിശദീകരിക്കപ്പെടുന്നത്. ഒന്ന്, പെൺകുട്ടി കമിഴ്ന്ന് കിടന്ന് കാലും തമ്മിൽ കൊട്ടുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, കാലിൽ ശബ്ദമുണ്ടാകുന്ന, പാദത്തിൽ സ്വരമുണ്ടാകുന്ന, പാദസ്വരങ്ങളിൽ കിലുക്കമുണ്ടാകുന്നവ ഒഴിവാക്കണമെന്നതിനെ സംബന്ധിച്ചാണ്. എന്തുകൊണ്ടെന്നാണ് എന്ന് ചോദിച്ചാൽ, കാലിൽ ഈ രൂപത്തിലുള്ള ചിലങ്കകൾ അണിയുന്ന, ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന സ്ത്രീകൾ അഭിസാരികമായിരുന്നു എന്നുള്ളത് കാണാൻ കഴിയും. അങ്ങോട്ട് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. സ്വാഭാവികമായും ഇത്തരം ഒരു അധാർമികമായ മേഖല ഉള്ള സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലൂടെ അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുന്നത്. വിവാഹം എന്നുള്ളത് അത് പാവനമാണ്, പവിത്രമാണ്, പുണ്യകരമാണ്. അതിനപ്പുറമുള്ളത് അഹിതമാണ്. ഞാൻ ഓതി വെച്ച പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുഅ്മിനൂനിലെ 5-ാമത്തെ ആയത്ത് കഴിഞ്ഞാൽ 6ഉം 7ഉം വചനങ്ങൾ അതാണ് പഠിപ്പിക്കുന്നത്. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വജ്ഹ ദാലിക, ആരെങ്കിലും അതിനപ്പുറത്ത് ആഗ്രഹിച്ചാൽ ഫഉലൈക ഹുമുൽ ആദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച അതിനപ്പുറം ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് കടന്നുപോയാൽ എന്ന് പറഞ്ഞാൽ പവിത്രമാക്കപ്പെട്ട, പാവനമാക്കപ്പെട്ട, പുണ്യമാക്കപ്പെട്ട, അനുവദിക്കപ്പെട്ട മേഖലയല്ലാത്ത ഏതൊരു മാർഗമാണോ സ്വീകരിക്കുന്നത് അത് ഗുരുതരമായ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഇരു ലോകത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്ത് ഫുർഖാനിൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ലക്ഷണങ്ങളും സ്വഭാവങ്ങളും പഠിപ്പിക്കുന്ന മധ്യേ 68-ാമത്തെ ആയത്തിലെത്തുമ്പോൾ അല്ലാഹു പറയാ വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. 3 സ്വഭാവങ്ങൾ. ഒന്ന്, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യാത്തവരായിരിക്കും. മറ്റൊന്ന്, അന്യായമായി ഒരാളെ കൊല്ലാത്തവരായിരിക്കും.
മറ്റൊന്ന് വ്യഭിചരിക്കാത്തവരായിരിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ. ആരെങ്കിലും ഈ മൂന്നും ചെയ്താൽ, അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ജീവിതം ക്ലോസ് ചെയ്യണമല്ലോ, ചാപ്റ്റർ ക്ലോസ് ചെയ്യണം. അതത്ര സുഖകരമായിരിക്കുകയില്ല. പര്യവസാനം എളുപ്പമായിരിക്കുകയില്ല. ഞാനും നിങ്ങളൊക്കെ ഭയപ്പാടോടുകൂടി പ്രാർത്ഥിക്കണം. എന്തിനാ? ക്യാൻസർ വന്നു, അല്ലെങ്കിൽ ഷുഗർ വന്നു, തള്ളവിരൽ മുറിച്ചു മാറ്റി, പിന്നെ അത് ഞെരിയാണിയിലേക്ക് കടന്നു, പിന്നെ മുട്ടിൻകാലിലേക്ക് പോയി, പിന്നെ അത് തൊടയുടെ ഭാഗത്തെത്തി. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, പടച്ചോനെ ഞങ്ങളുടെ ഉറ്റവരും മുടവരുമായ ആൾക്കാരാണ്, കൊടുത്തതോ കൊടുത്തു, ഈ ഒരാൾക്കും അങ്ങനത്തെ ഒരു പ്രയാസം കൊടുക്കരുതെന്ന് നമ്മൾ ദുആ ചെയ്യും. അപകടം മുന്നിൽ കണ്ടിട്ടാണ്. എന്നാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടം എന്താ? മരണമാണ്. ആക്സിഡന്റ് അല്ല, മറ്റേതെങ്കിലും ആത്മഹത്യയല്ല, സ്വമേധയായുള്ള ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലെ മരണം. അത് പര്യവസാനം കുറിക്കുന്നത് കലിമത്തു ഷഹാദത്തിന്റെ ശബ്ദത്തോടു കൂടിയായിരിക്കണം. പക്ഷേ ശിർക്ക് ചെയ്യുന്ന, അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഒരുപക്ഷെ മത്സരത്തിന് വേണ്ടി, വാദപ്രതിവാദത്തിന് വേണ്ടി, വേറൊരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഒക്കെ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് എന്താ അയാൾക്ക് പറ്റിയത്? ഒന്നും പറ്റൂല. ദുനിയാവിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. സ്വത്തും സമ്പാദ്യമല്ലേ, ഇഷ്ടം പോലെ ഉണ്ടാവും. കാറും ബംഗ്ലാവും എസ്റ്റേറ്റും ബിസിനസ്സും കാര്യങ്ങളൊക്കെ അല്ലേ, എമ്പാടും ഉണ്ടാവും. പക്ഷേ അത്തരം ഏതെങ്കിലും ഒരാളൊരിക്കൽ മരിക്കാൻ സമയത്തൊന്ന് ഇരുന്ന് നോക്കണം, എങ്ങനെയാണ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യണത് എന്നുള്ളത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കാമിലായ ഈമാനോടുകൂടി കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുവഹിദുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മറ്റൊന്ന് കൊലപാതക. ഒരു തുള്ളി ചോര അന്യായമായി ഭൂമിയിൽ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ പല തുള്ളി ചോരകൾ ഭൂമിയിൽ വീഴ്ത്തിയതിനു ശേഷമല്ലാതെ മടങ്ങിപ്പോകാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, ചരിത്രമാണ്, നിത്യസത്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ തുറന്നാൽ ആദ്യ ഭാഗത്ത് മുത്തഖീകളായ ആളുകളെ പരിചയപ്പെടുത്തുന്നു, പിന്നെ മുനാഫിക്കുകളായ ആളുകളെ പരിചയപ്പെടുത്തുന്നു, ശേഷം പിന്നെ പരിചയപ്പെടുത്തുന്ന ആരെന്നറിയോ? ഇത്തിരി പോകുന്നൊരു കൊതുകിനെ. ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലൻ മാ ബഅൂലതൻ ഫമാ ഫൗഖഹ. അതിന്റെ ചിറക്, അതിന്റെ കാല്, അതിന്റെ തുമ്പി, അതിന്റെ കൊമ്പ്, ഇതൊന്നും നമ്മളും ഗവേഷണം ചെയ്യാൻ പോകണ്ട. നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു കൊതുക് പാറി വരുന്നു, നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഊറ്റിക്കുടിക്കാവുന്ന ആ മുഴുവൻ ഊറ്റിക്കുടിച്ചതിന് ശേഷം വെറുതെ ഒന്ന് വിരൽ വെച്ച് നോക്കിയേ, അത് അങ്ങനെ തന്നെ പൊട്ടി അതിൻ്റെ ജീവനും പോയി, എടുത്ത ചോരയും പോയിട്ടുണ്ടാവും. പിന്നെ എന്തിനാ അത് ഊറ്റിക്കുടിച്ചത്? ഇതേപോലെയാണ് ദുനിയാവിൽ. കത്തി കൊണ്ട് തുടങ്ങിയാൽ കത്തി കൊണ്ട് അവസാനിക്കും, കുത്തിക്കൊണ്ട് തുടങ്ങിയാൽ കുത്തിക്കൊണ്ടേ അവസാനിക്കും. രക്തം ചാലിട്ടൊഴുകിയ അതിൻ്റെ മണവും സുഖവും ഒക്കെ കണ്ട് ശീലിച്ച ആളുകൾക്ക് പര്യവസാനം അങ്ങനെ തന്നെ ആയിരിക്കും. അള്ള പറഞ്ഞതാണ് കേട്ടോ, ഞാൻ പറഞ്ഞതല്ല. വലാ യസ്നൂൻ, വ്യഭിചരിക്കരുത്. വ്യഭിചരിച്ചാൽ യൽഖ അസാമ, അതിൻ്റെ ദുരന്തപൂർണമായ അനുഭവം ദുനിയാവിലുണ്ടാവും, മാരകമായ രോഗങ്ങളുണ്ടാവും. അവസാനിച്ചോ? ഇല്ല. യുദാഇഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ മൂന്ന് ശിക്ഷയും, ഈ മൂന്ന് പാതകവും ചെയ്തു പോയ ആളുകൾക്ക് അതിന്റെ ഇരട്ടി ശിക്ഷയും അവിടുന്ന് കിട്ടും. വയഖ്ലുദു ഫീഹി മുഹാന, അവർ അപമാനത്തിന്റെ ശിക്ഷയിൽ നിത്യവാസികളായിരിക്കും. ഹുദൈഫത്ത് ബിൻ യമാനി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, ഇയ്യാകും വസ്സിന, നിങ്ങൾ സിനയെ സൂക്ഷിക്കണം, വ്യഭിചാരം സൂക്ഷിക്കണം. അപ്പൊ എല്ലാവരും ശാരീരികമായ ബന്ധങ്ങളെ അകറ്റി നിർത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത് ഏറ്റവും ലാസ്റ്റാ. സ്റ്റാർട്ടിങ് എവിടെയാ? അത് രണ്ടാമത്തെ ഖുത്ബയിൽ കേൾപ്പിക്കാം. നോട്ടമാണ്, പിന്നെ മനസ്സിലാണ്, പിന്നെ അത് അങ്ങനെ പലതുമായി വരികയാണ്. എന്നാൽ മൊത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി അതിന്റെ ആ മേഖലകൾ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന ഫീഹി സിത്തു ഖിസ്വാലിൻ, കാരണം അതിലെ 6 കാരണങ്ങൾ കടന്നു വരാനുണ്ട്. വ്യഭിചാരത്തിലൂടെ 6 കാര്യങ്ങൾ കടന്നു വരാനുണ്ട്. സലാസം ഫിദ്ദുനിയ,
അതിൽ 3 ദുനിയാവിലാണ്. വസലാസം ഫിൽ ആഖിറ, 3 ആഖിറത്തിലാണ്. ഫഅമ്മല്ലതി ഫിദ്ദുനിയ, എന്നാൽ ദുനിയാവിലുണ്ടാകുന്ന 3 പ്രയാസങ്ങൾ എന്തൊക്കെയാ? ഫഇന്നഹു യുദ്ഹിബുൽ ബഹാ, അവന്റെ ലാവണ്യം, ഓജസ്, തേജസ് അള്ളാഹു നഷ്ടപ്പെടുത്തി കളയും. മുഖത്തൊരു പ്രകാശമുണ്ട്. മുഅ്മിനുകളെ നോക്കി നിങ്ങൾ ആ തെളിച്ചം കാണാൻ പറ്റും. മിൻ അഥരി സുജൂദ്, അത് അവരുടെ മുഖം വെളുത്ത തൊലി കൊണ്ടുണ്ടായത് കൊണ്ടല്ല, സുജൂദ് ചെയ്തതിൻ്റെ അടയാളങ്ങളാ. നെറ്റിത്തടത്തിലെ തഴമ്പ് സ്വാഭാവികമാണ്, അതിനപ്പുറത്ത് മുഖത്തൊരു ഓജസ്സും തേജസ്സും ഉണ്ടാവും. അത് കെടുവില്ല. അതാളി കത്തുന്ന രംഗമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രംഗം. എപ്പോന്നറിയോ? മലക്കുൽ മൗത്ത് ഇങ്ങനെ വെണ്ണയിൽ പാലിൽ നിന്ന് തൈരുണ്ടാക്കി, തൈരിൽ നിന്ന് പിന്നെ അത് മോര് അങ്ങനെ കടഞ്ഞിട്ട് വെണ്ണ ഇങ്ങനെ മാറ്റി വെക്കൂലേ, എന്നതുപോലെ അതിൻ്റെ ഒരു അരിക്കിലേക്ക് മെല്ലെ റൂഹ് ഇങ്ങനെ നീക്കി 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 മെല്ലെ ഇങ്ങനെ ഉരിയെടുക്കുമ്പോൾ ആ ഓജസ് ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരും. അപ്പോഴാണ് നമ്മൾ ചില ആൾക്കാരെ പറ്റി പറയുക, പടച്ചോനെ ആ മനുഷ്യൻ കിടക്കണതിനെ കണ്ടാൽ അയാളിൽ നിന്ന് റൂഹി പോയി എന്ന് തോന്നില്ല, ചിരിച്ചിട്ട് ഇങ്ങനെ കിടക്കാൻ തോന്നൂലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാൽ ചില ആളുകൾ എന്തു പറ്റിയ മനുഷ്യനെന്ന് തോന്നൂലേ, ഇന്നലെ വരെ കണ്ടാ മുഖമല്ലല്ലോ എന്നുള്ളത് തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ. അത് പല കാരണങ്ങളാകാട്ടോ, അപകടങ്ങളാകാം, ആത്മഹത്യകളാകാം, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കേസുകളാകാം, വെള്ളത്തിൽ വീണിട്ടാം, ഏത് രൂപത്തിലായിരുന്നാലും ആ മുഖം തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ മുഖത്ത് നിന്നും ജീവിതത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഓജസ് നഷ്ടപ്പെടുത്തിക്കാൻ, ലാവണ്യം ചോരുന്നതോടുകൂടി മനുഷ്യന്റെ ജീവിതം അസ്തമിച്ചു തുടങ്ങും. രണ്ടാമത്തേത് വയൂരിസിൽ ഫഖർ, ദാരിദ്ര്യം വരും. അതെങ്ങനെയെന്നുള്ളത് അത്തരം നടപടിക്രമങ്ങളൊക്കെ കയ്യിലുള്ള ആൾക്കാരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മതി. പരമദരിദ്രനായിട്ട് മാറും. സാമ്പത്തികമായി ചോരുന്ന അവസ്ഥ ഉണ്ടാവും. ഓട്ടക്കയ്യന്മാരെന്ന് വിളിക്കാറില്ലേ, അടിഭാഗം കീറിയ കീശയുമായി ജീവിക്കുന്ന ആളുകൾ ജീവിതത്തിൽ എന്തുകൊണ്ട് കാലിടറി എന്ന് ചോദിച്ചാൽ ഒന്നീ രംഗത്താണ്. ദാമ്പത്യത്തിന്റെ, വൈവാഹിക രംഗത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ, ലൈംഗിക സദാചാരത്തിന്റെ ഒക്കെ മേഖല പലപ്പോഴും പരാജയപ്പെട്ടു പോയത് കൊണ്ടായിരിക്കാം. മൂന്നാമത് പറഞ്ഞു അയാളുടെ ആയുസ് ചുരുങ്ങും. അള്ളാഹു വെച്ച അളവുകോലില് എത്തുന്നതിന് മുമ്പേ സ്വയം മരിച്ചു തുടങ്ങുകയാണ്. എന്നാൽ പരലോകത്തിൽ വരാനിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഠോരമായ കോപത്തിന് അയാൾ വിധേയമാകും. വസൂഉൽ ഹിസാബ്, കഠിനമായ വിചാരണ. ഓരോ സെക്കൻഡും ചോദിക്കും. സത്യവിശ്വാസിയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, ഒരു എളുപ്പമുള്ള വിചാരണ. സൂറത്തുൽ ഗാശിയ ഓതാൽ നമ്മൾ ഹദീസുൽ ഗാശിയ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യങ്ങളിൽ കേൾക്കുന്ന നമ്മൾ. അതിന്റെ അവസാനത്തിൽ ഒരു ജവാബുണ്ട്, ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ യസ്സിർ ഹിസാബന, പടച്ചോനെ ഞങ്ങളുടെ ഹിസാബ് എളുപ്പമാക്കി തരണേ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സുഅൽ ഹിസാബ്, കഠിന വിചാരണ. സുഅൽ ഖവാത്തിം, മോശമായ പര്യവസാനം. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മാറ്റിവെച്ച് സുഖകരമായ ശുഭകരമായ പര്യവസാനം നൽകി അനുഗ്രഹിക്കട്ടെ. വൽ ഖുലൂദ് ഫിന്നാർ, മറ്റൊന്ന് നരകത്തിൽ നിത്യവാസികളാകുക എന്നുള്ളതാണ്. എന്തേ കാരണം? ആരും അറിയില്ല, ആരും അറിഞ്ഞില്ല. പക്ഷെ റബ്ബറിയും, പടച്ചോനറിയും. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ അവരവനെ നിയന്ത്രിച്ച് വിചാരങ്ങളും വികാരങ്ങളും നിയന്ത്രിക്കുന്ന ആളുകളായിരിക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നാസിയാത്തിലെ അവസാനത്തെ ഭാഗത്ത് അല്ലാഹു പറയാ ഫഅമാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. നാളെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കണം എന്ന് വിചാരിച്ച് അവനവന്റെ മോഹങ്ങൾക്കും അതിമോഹങ്ങൾക്കും വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും ഒക്കെ തടയിടപ്പെട്ട ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വിശ്വാസികളായ ആളുകളുടെ സ്വഭാവമായി, ലക്ഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ അവരുടെ ഗോപ്യമായ സ്ഥാനം, രഹസ്യമായ സ്ഥാനം, ലൈംഗികമായ അവയവങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന
മുത്തഖീങ്ങളിലും മുഅ്മിനുകളിലും ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഫഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ സാനിയം ബി തഖവല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. സഹോദരങ്ങളെ, ഒരിക്കലൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മളൊക്കെ തെറ്റും കുറ്റവും ചെയ്തു പോകുമ്പോൾ സ്വാഭാവികമായും വരുന്ന ഒരു ചിന്തയാണ് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം. പക്ഷെ പലതും നിർത്താൻ കഴിയുന്നില്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ വന്ന ഒരുപാട് നന്മയും തിന്മയും ഒരുപോലെയുള്ളൊരു രംഗമാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി 10, 35, 40 കൊല്ലം മുമ്പ് പഠിച്ച ക്ലാസ്മേറ്റ്സുകളൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കും. പിന്നെ മെല്ലെ മെല്ലെ ആദ്യം ചാറ്റിംഗ്, പിന്നെ അത് ചീറ്റിങ്ങിലേക്ക് എത്തും. അതുപോലെ തന്നെ അശ്ലീലതകൾ കാണുന്ന ശീലം. തൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, അവൾ സൗന്ദര്യം പോരാ, ഭംഗി പോരാ, ഭർത്താവ് പോരാ, ഒക്കെ സൈഡിൽ ഞാനും പേരെ കുട്ടികൾ ഇപ്പുറത്ത് മൂപ്പരാണ്ട് ഉറങ്ങും. ഇപ്പുറത്തോ ഭാര്യൻ്റെ ഒരു യന്ത്രം നേരം വെളുക്കുമ്പോൾ ചായ ഉണ്ടാക്കി തരാൻ, കട്ടൻ ചായ ഉണ്ടാക്കി തരാൻ, തുണി തിരുമ്പി തരാൻ, അലക്കിത്തരാൻ, ഒരു ഭാര്യയായി പരിഗണിക്കാത്തവർ. ഇങ്ങനെ സംഭവിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് പലപ്പോഴൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ചിന്ത വരും, പടച്ചോൻ എങ്ങനെ ആയാൽ പോരാ, സത്യമാണല്ലോ എന്ന് വിചാരിച്ച് തീരുമാനിച്ച് ളുഹർ നിസ്കരിക്കാൻ പോയി. നിസ്കാരം കഴിഞ്ഞ് മൊബൈലെടുത്തു, കഥ കഴിഞ്ഞു, പഴയതിലേക്ക് തന്നെ മടങ്ങി. പലപ്പോഴും ഇന്ന് പിടിക്കപ്പെടുന്നില്ല എന്നൊരു ചിന്ത. റബ്ബ് കാണുന്നില്ല, മറ്റാരും അറിയുന്നില്ല, ഭർത്താവ് അറിയില്ല, ഗൾഫിലല്ലേ, വാതിലടച്ചാൽ പിന്നെ മക്കളൊക്കെ അവരോരോ റൂമിലല്ലേ, പിന്നെ ഞാൻ എങ്ങനെ എന്തൊരു രൂപത്തിൽ, കാരണം 3 മാസം കൂടുമ്പോൾ 1000 ചില്ലാൻ രൂപ കൊടുക്കുന്നില്ലേ, മുതലാവണ്ടേ, നെറ്റ് ഉപയോഗിക്കണ്ടേ. ഭാര്യ അറിയില്ല, കാരണം അവൾ നാട്ടിലല്ലേ, കുട്ടികളും നാട്ടിലല്ലേ, ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ, റൂമിൽ ഞാൻ തനിച്ചല്ലേ ഉള്ളൂ, നെറ്റില്ലേ. മദ്യം കഴിച്ച് ശീലിക്കുന്ന ആളുകൾ, പിന്നീട് ഒന്നും മാറാൻ കഴിയാത്ത ആൾക്കാർ അവസാനം പറയും മാറുന്ന ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യാൻ കഴിയും. മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയ ആളുകൾ, ലോട്ടറി എടുക്കുന്ന ആൾക്കാർ, ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഒന്നും മാറി ചിന്തിക്കാൻ ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. അതിന് പരിഹാരം എന്താണ് പരിഹാരം? ഒന്ന്, നമ്മുടെ കയ്യിൽ ഏതൊരു മാർഗമാണോ അഹിതമായ മേഖലയിലേക്ക് പോകുന്നത് അത് തൽക്കാലം മാറ്റിവെക്കാം, എന്നിട്ട് അതല്ലാത്തത് സ്വീകരിക്കുക. അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹിൻ്റെ കലാം, പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ എടുത്ത് നോക്കി, മൊബൈൽ എടുത്തോ, 1 മണിക്കൂർ മൊബൈൽ എടുത്ത് നോക്കിയിട്ടും ഒരു കുഴപ്പമില്ല, തലക്ക് പ്രശ്നമില്ല, തലവേദന ഇല്ല, കണ്ണടയുന്നില്ല, ഉറക്കം വരുന്നില്ല, ക്ഷീണം വരുന്നില്ല, കൊട്ടുവായില്ല, ഒന്നുമില്ല. 10 മിനിറ്റ് ഖുർആൻ എടുത്ത് നോക്കി, ഇതൊക്കെ ഓടിയിട്ട് വരും. അപ്പോൾ ഇതിനാ പവർ, അള്ളാഹിൻ്റെ കലാമിനേക്കാൾ പവർ ഈ ജാതി സാധനങ്ങൾക്കായി. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായി ഒഴിവാക്കണമെന്ന് മാറ്റിവെച്ചാൽ പിന്നീട് ഈ മേഖലയിൽ അള്ളാഹുവിൻ്റെ കലാമിനോട്, പിന്നീട് ദിക്റും ഔറാദുകളും തസ്ബീഹുകളും തഹ്ലീലുകളും തഹ്മീദുകളും അതൊരു ദിനചര്യയാക്കുക. വിടാതെ കൃത്യമായിട്ട് ഞാൻ ഇത്ര പ്രാവശ്യം, അവര് ദൃഢനിശ്ചയം ചെയ്യാം, ഇത്ര പ്രാവശ്യം ഞാൻ സുബ്ഹാനല്ലാഹ് പറയും, എന്ത് തടസ്സം ഉണ്ടായാലും വേണ്ടില്ല, പറഞ്ഞു നോക്കിയേ, പിന്നെ മറ്റു ചിന്തകളൊന്നും വരൂല. അതാണ് അള്ളാഹുവിൻ്റെ ആ ദിക്റുകളുടെ പ്രത്യേകത. അദ്കാറുകളുണ്ടല്ലോ, അവയുടെ സ്വാധീനം, മാഹാത്മ്യം, അത് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിയാതെ യാന്ത്രികമായി പോകുന്ന അവസ്ഥ. പിന്നീടുള്ളത് ഉളു ചെയ്യുക എന്നാണ്. ഒരു പ്രാവശ്യം പോലും എൻ്റെ ഉളു നഷ്ടപ്പെടുന്ന ഒരു ദിവസവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, തീരുമാനിക്കാം. എപ്പോഴെല്ലാം ഉളു നഷ്ടപ്പെടുന്നുവോ അപ്പോഴൊക്കെ ഉളു പുതുക്കിക്കൊണ്ടേയിരിക്കുക, ഈമാൻ ചോർന്നു പോകൂല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊന്ന് വേണ്ടത്, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ശ്വാസം തീരും. അത് സിലിണ്ടറിൽ വെച്ചതുപോലെയല്ലല്ലോ. ഈ ഭൂമിയാകുന്ന സിലിണ്ടറിന്റെ അകത്തുനിന്ന് എനിക്ക് എത്ര വലിക്കാൻ പറ്റും, എൻ്റെ ഹാർട്ട് കൊണ്ട് എനിക്ക് എത്ര വലിക്കാൻ പറ്റും, എൻ്റെ ബോഡി കൊണ്ട് എനിക്ക് എത്ര നിയന്ത്രിക്കാൻ പറ്റും,
എത്ര സെക്കൻഡുകൾ പിടിച്ചു വെക്കാൻ പറ്റും? ചില സർജറികളൊക്കെ കഴിഞ്ഞാൽ ശ്വാസം പിടിച്ചു നിർത്തും, വിടാൻ പറയില്ല. ആ വിടുന്നതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് അയാളുടെ ആരോഗ്യനിലയുള്ളത്. ഇപ്പം ശ്വാസം തീർന്നാൽ കഥ കഴിഞ്ഞു, കട്ടയും പണവും അടക്കി. പിന്നെ ആദരാഞ്ജലികൾ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി ഇങ്ങനെ നിറഞ്ഞു വരും. യഥാർത്ഥത്തിൽ നമ്മൾ സ്റ്റിക്കർ ഇടാനുള്ളതല്ല കേട്ടോ, അതുകൊണ്ട് പറയാം സാന്ദർഭമായിട്ട്. ഒരാൾ മരിച്ചു എന്ന് അറിഞ്ഞാൽ കുറേ സ്റ്റിക്കറുകൾ എവിടുന്നെങ്കിലും വാരി വിതറിയാണ്ട് ഇടലല്ല. പിന്നെന്താ, അവനവന്റെ നാവ് കൊണ്ട്. ചില ദിക്റുകൾ അങ്ങനെയാ, ചിലത് പറയേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് ദുആയൊന്നുമല്ല, അതിന്റെ പേര് ഇസ്തിർജാ ഇതാണ്. അത് എവിടുന്നെങ്കിലും കിട്ടിയത് മാറി പോസ്റ്റ് ചെയ്ത് പിന്നെ ഉണ്ടാകുത്തിരിക്കുക. അയാൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. മരിച്ചു എന്നറിഞ്ഞാൽ, അപകടമുണ്ടായി എന്നറിഞ്ഞാൽ, അത്യാഹിതങ്ങൾ ഉണ്ടായി എന്നറിഞ്ഞാൽ, പ്രയാസങ്ങൾ ഉണ്ടായി എന്നറിഞ്ഞാൽ അയാൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയില്ല. നമ്മൾ വിചാരിച്ചത് മരിച്ച ആൾക്കുള്ള എന്തോ വലിയ ഹദിയാണെന്നുള്ള അല്ല. പിന്നെന്താ, ഇസ്ലാമികമായ മര്യാദ അനുസരിച്ച് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ മടങ്ങണമെന്ന സൂചനയാണ്. എനിക്കും മടങ്ങാനുണ്ട്, തിരിച്ചു പോകണം, മരിച്ചു പോകണം എന്ന സൂചന. ഇന്നാലില്ലാഹി, ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളവരാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവരിലേക്ക് മടങ്ങേണ്ടവരാണ്. ശേഷമാണ് ദുആ ഉള്ളത്. എന്താ ദുആ? പിന്നെന്താ ദുആ? ഞാനിതുവരെ കണ്ടിട്ടില്ല. പല ആൾക്കാരും മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫി അഫ്നു, അതൊക്കെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ചെല്ലാനുള്ളതാ, മരിച്ചതിന് ശേഷം ചെല്ലാനുള്ളതല്ല. അതും സ്റ്റിക്കർ. നമുക്കൊരു പണിയില്ല, നമ്മൾ ഒരു സ്റ്റിക്കർ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ശേഷം നാവുകൊണ്ട് പറയണം, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, ഈ വിപത്തിൽ, അതെന്റെ വാപ്പയാണ് മരിച്ചെങ്കിൽ ഞാൻ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ മകനാണ് മരിച്ചെങ്കിൽ ഞാൻ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹുമ്മ അജിർനി, എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ അല്ലാഹുവേ, ഇന്നലെ വരെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന ആളാ, ഇപ്പൊ അതിന്റെ നഷ്ടബോധം എൻ്റെ മനസ്സിൽ വല്ലാതുണ്ട്. അജിർനി ഫീ മുസീബത്തി, അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ, പ്രയാസത്തിൽ എനിക്ക് നീ കൂലി തരണേ. വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, അതിനേക്കാൾ നല്ലൊരു ഫ്രണ്ട്. ഭാര്യയാണെങ്കിലോ നമ്മൾ ചെന്ന് ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അറിയടി, ഇന്ന് ഖുത്ബയിൽ ഞാൻ കേട്ടത് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. ശേഷം ഒരു ദുആ ഉസ്താദ് പറഞ്ഞു, ലഫ്ളൊന്നും എനിക്കറിയില്ല, ആശയം എങ്ങനെയാണ്, എന്താ പറഞ്ഞത്? എനിക്ക് കൂലി തരണേ, ഇതിനേക്കാൾ നല്ലതൊന്ന് പകരം തരണേ. ചോറ് തന്നതേ ഓർമ്മ ഉണ്ടല്ലോ, കൂട്ടുണ്ടാവൂല. പടച്ചോൻ എന്നേക്കാൾ വലുതോ? സഹോദരന്മാരെ പരിഹസിക്കാനും ചിരിക്കാനും കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. റസൂൽ ഈ ദുആ പഠിപ്പിച്ചു കൊടുക്കുക. അബൂ തൽഹാ റളിയല്ലാഹു അൻഹു ദുആ കേൾക്കുക. നമ്മളെപ്പോലെ ചായയും കുടിച്ച് കാലിൻ്റെ മുകളിൽ എൻ്റെ മുകളിൽ തലയും കയറ്റിച്ച് മൊബൈൽ എടുക്കുകയല്ല ചെയ്യുക. സഹാബത്തിന്റെ പ്രത്യേകത അതാ. അവർ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയും, ഞാൻ ഇന്ന് അല്ലാഹുവിൻ്റെ റസൂലിന്റെ മജ്ലിസിലിരുന്ന് കേട്ട കാര്യങ്ങൾ ഇതാ, ഇയും മനസ്സിലാക്കിക്കോ. അപ്പോൾ ഭർത്താവ് ആരായി? ഭർത്താവ് മുഅല്ലിം, ഉസ്താദ്, അധ്യാപകൻ, ഭാര്യ വിദ്യാർത്ഥിനി, പഠിക്കുകയാണ്. കുടുംബം എന്തൊരു സുന്ദരമായിരിക്കും എന്നറിയോ? ശരി, ഞാൻ വിഷയത്തിലേക്ക് വരുന്നില്ല. ഇവിടെ അബൂ തൽഹ പോയിട്ട് ഭാര്യയോട് പറയാ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട്, ഞാൻ ഇന്ന് കേട്ടത് ഇങ്ങനെയാണ്. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിന് അസുഖം വന്നു, രോഗം മൂർച്ഛിച്ചു, അദ്ദേഹം മരിച്ചു. ഇവരാകെ ബേജാറായി. അത്രയധികം സ്നേഹാനിധിയായ ഒരു ഭർത്താവ് വേറെ ഇല്ല. പക്ഷേ റസൂൽ പഠിപ്പിച്ച അതല്ലല്ലോ. അവർ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ശേഷം ഈ ദുആ പറഞ്ഞു, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. അല്ലാഹു, എനിക്ക് എൻ്റെ ഈ പ്രയാസം ക്ഷമിക്കാൻ, സഹിക്കാൻ വയ്യാത്ത ഒന്നാണ്. കാരണം ജീവിതത്തിന്റെ പങ്കാളിയാണ്, രഹസ്യവും പരസ്യവും അറിയുന്ന ആളാണ്. അദ്ദേഹം പോയാൽ പിന്നെ പകരം ആ സ്ഥാനത്തേക്ക് വേറെ ആൾ ഞാൻ കാണുന്നേ ഇല്ല. എന്നാലും കൂലി തരണം അല്ലാഹ്, ഇതിനേക്കാൾ ഉത്തമമായ ഒരാളെ എനിക്ക് പകരം തരണേ. അന്വർത്ഥമായി ആ വാക്ക്. പിന്നീട് നമ്മുടെ ഉമ്മമാരുടെ സ്ഥാനത്തേക്ക് വരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായി, മുസ്ലിയാർ പറഞ്ഞ പത്നിയല്ല കേട്ടോ, വഴി കൂടെ പോണവരെ കണ്ട് അവിടെ നിൽക്കുന്നതാണ് ഈക്ക് വരണം എന്ന് പറഞ്ഞ പത്നിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ വഹയ്യ് പ്രകാരമാണ് 11ഓളം വിവാഹം കഴിച്ചത്. അതിൽ 2 പേര് മരിച്ചു. ബാക്കി വരുന്ന 9 പേരിൽ 2 പേര് ഞങ്ങൾക്ക് സ്ഥാനം വേണ്ട, ദിവസം വേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്നു. ബാക്കി 7 പേർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ഉണ്ടവരും. അതിൽ ഒരാൾ ആയിട്ട് പിന്നീട് അവർ കടന്നു വരാൻ. അപ്പം ഞാൻ പറഞ്ഞത്, മനുഷ്യന്റെ ജീവിതത്തിൽ തിരിച്ചു പോകണം, മരിച്ചു പോകണം എന്ന ചിന്തയുണ്ടാക്കാൻ ആ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളതിന് സാധ്യമാകണം എന്നുള്ളതാണ്. പിന്നെന്താ? പിന്നെ ഒന്ന്, ആ ശ്വാസം തീർന്ന റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കണം. റബ്ബ് എന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. റബ്ബുണ്ട് എന്നുള്ളത് പഠിച്ചു വെക്കണം, മനസ്സിൽ കുറിച്ചു വെക്കണം. പരിശുദ്ധ ഖുർആൻ
40-ാമത്തെ സൂറത്ത്, സമയം അതിക്രമിക്കുന്നതിനോട് അവസാനിപ്പിക്കാം. സൂറത്തു മുഅ്മിൻ ഗാഫിർ എന്നതിന് പേരിൽ 19-ാമത്തെ ആയത്തിൽ യഅലമു ഖായിനത്തുൽ അയ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. അല്ലാഹ് പറയാ, കണ്ണിന്റെ കട്ടുനോട്ടുണ്ടല്ലോ, ചതിക്കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണുകൾ വ്യഭിചാരത്തിന്റെ ഒന്നാമത്തെ തുടക്കം അതാണെന്ന് പറഞ്ഞു. വ്യഭിചാരം എന്നുള്ള ശാരീരികമായ ബന്ധം എന്നുള്ളത് ഏറ്റവും അവസാനമാണ്. അതിന്റെ സ്റ്റാർട്ടിങ് എന്താ? കണ്ണാണ്. കണ്ണടയ്ക്കണം, കണ്ണ് താഴ്ത്തണം, ശിരസ് കുനിക്കണം. ആരുടെ മുമ്പിൽ? പടച്ചോന്റെ മുമ്പിൽ. തലചായ്ക്കുന്നത് പടച്ചോന്റെ മുമ്പിലാണ്. പക്ഷേ ഭൗതികമായ ഒരു ലോകത്ത്, നാളെ പാരത്രികമായ ലോകത്ത് പ്രയാസങ്ങൾ ഉണ്ടാകരുത് എന്ന് കണ്ടാൽ, ഒരാൾ അവിടുന്ന് നടന്നു വരുന്നു എന്ന് കണ്ടാൽ, ഒരാൺ, തന്റെ മഹറമല്ലാത്ത ഒരു ആൺ അവിടുന്ന് കടന്നു വരുന്നു എന്ന് കണ്ടാൽ, ഒരു പെണ്ണിന്റെ തല ഇവിടുന്ന് താഴ്ത്തണം. തന്റെ മഹറമല്ലാത്തൊരു പെണ്ണാണ് അവിടുന്ന് കടന്നു വരുന്നത് എങ്കിൽ ആണിന്റെ തല താഴ്ന്നിരിക്കണം. അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചതാ. പരിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്ത് നൂറിലെ 30-ാമത്തെ ആയത്തിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, വഖുലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലക്കും. ഓ വിശ്വാസികളെ, യഗ്ദൂ, നിങ്ങൾ താഴ്ത്തണേ, മിൻ അബ്സാരിഹിം, നിങ്ങളുടെ ദൃഷ്ടികൾ, വയഹ്ഫദൂ ഫുറൂജഹും, എങ്കിലേ ലൈംഗികമായ ധാർമ്മികമായ മേഖല കാത്തു സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ ശാരീരികമായി ബന്ധപ്പെടാൻ കഴിയില്ല എന്ന് മാത്രം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞേ, മാനസിക വ്യഭിചാരികൾ ഏറി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. മനസ്സുകൊണ്ട് മറ്റൊരു പെണ്ണിനെ കിടപ്പറയിൽ കടത്തുന്നു. മനഃശാസ്ത്രം പഠിച്ച ആളുകൾ പറയുന്നു, സ്വന്തം ഭാര്യയും ഭർത്താവുമായി ബന്ധപ്പെടുമ്പോൾ പോലും ശാരീരികമായ അടുപ്പമുണ്ടെങ്കിൽ പോലും മാനസികമായി അവർ വേറെവിടെയോ വേറെ ആളെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവരവരുടെ ശാരീരികമായ ബന്ധങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ലൈംഗികത എന്നുള്ളത് ഒരനാശാസ്യമായി കാണേണ്ടതല്ല. ആ വിദ്യാഭ്യാസ മേഖല വിപുലമാണ്. എന്തുകൊണ്ടാ? അതിലെ ധാർമ്മികതയും അധാർമികതയും തിരിച്ചറിയും. ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു പുരുഷന്മാരോട് പറഞ്ഞത് കണ്ണ് താഴ്ത്താനാ, എങ്കിലേ ലൈംഗികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കഴിയുള്ളൂ. അതാണ് അവർക്ക് വെടിപ്പായിട്ടുള്ളത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, തീർച്ചയായും അല്ലാഹു അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് കണ്ടറിയുന്നവരാണ്. ഇനി സഹോദരിമാരായ ആളുകൾ, ഉമ്മമാരായ ആളുകൾ, പെങ്ങന്മാരായ ആളുകൾ, പെൺമക്കളായ ആളുകൾ, അവർ പഠിച്ചു വെക്കേണ്ടുന്ന വചനമാണ് പരിശുദ്ധ ഖുർആനിൽ ഇതേ സൂറത്തിൽ തന്നെ 24-ാം അധ്യായം സൂറത്ത് നൂറിലെ 31-ാമത്തെ ആയത്തിൽ. തുടക്ക ഭാഗം ഞാൻ കേൾപ്പിക്കാം, ഒടുക്ക ഭാഗം ഞാൻ തുടക്കത്തിൽ പറയുകയുണ്ടായി. കാലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കാൽ കൊട്ടുന്നതിനെ സംബന്ധിച്ച്, പാദസരമണി എന്നതിനെ സംബന്ധിച്ച് ഈ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, വഖുലിൽ മുഅ്മിനാതി യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ വൽ ഖുമരിഹിന്ന ബിജുയൂബിഹിന്ന. സ്ത്രീകളോട്, വിശ്വാസിനികളോട് പറയണം അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാൻ, അവരുടെ അലങ്കാരങ്ങൾ അവരുടെ മഹറമായ ആളുകളുടെ അടുക്കലല്ലാതെ പ്രദർശിപ്പിക്കരുത് എന്നും, അവരുടെ മുഖമക്കരകൾ മാറിലൂടെ താഴ്ത്തിയിടണം എന്നുള്ളതും. വലായുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മഹറം അല്ലാത്ത ആളുകളുടെ മുമ്പിൽ മറച്ചിടപ്പെടണം എന്നുള്ളതും. ആ മറയ്ക്കുമ്പോൾ മാറുമറയ്ക്കാൻ പ്രധാനമായും അല്ലാഹുവോട് പഠിപ്പിച്ചു, വൽ അവരുടെ ശിരോവസ്ത്രങ്ങൾ അവരവരുടെ മാറിലൂടെ താഴ്ത്തിയിടട്ടെ. ഇങ്ങനെ ലൈംഗികമായ മേഖലകളിൽ ഏതെല്ലാം അധാർമികമായ മേഖലകൾ കടന്നു വരാനുണ്ടോ ആ മേഖല മുഴുവൻ കൊട്ടിയടച്ചുകൊണ്ടാണ് സിന എന്ന വൻ ദുരന്തത്തെ അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികൾക്ക് പ്രതിരോധ മാർഗമായി പഠിപ്പിക്കുന്നത്. അത് മുഴുവൻ പാലിച്ചും സൂക്ഷിച്ചും അവനവന്റെ ജീവിത വിശുദ്ധിയും അതുപോലെ തന്നെ നാളെ പാരത്രികമായ ലോകത്ത് നരകം ഇരന്നു വാങ്ങുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷയും നൽകി അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ
സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും നിലനിർത്തി തരികയും ഈമാനും ഇഖ്ലാസും തഖ്വയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുകയും ചെയ്യാൻ അള്ളാഹു നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോട് പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ റിസ്ഖിന്റെ മഈശത്തിന്റെ മേഖലകളിൽ അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അംബിയാക്കളും മുർസലുകളും മൗലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്തും ദീനിനു വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകൾ, മുസ്ലിമായി പിറന്നതിന്റെ പേരിൽ മർദ്ദിക്കപ്പെടുന്ന ആളുകൾ, പീഡനത്തിന് വിധേയമാകുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവരുടെ ജീവിതത്തിന്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് ശാന്തിയും സമാധാനവും നിർഭയത്വമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. അത്തരം പ്രയാസങ്ങളിൽ മരണപ്പെടുന്ന ആളുകൾക്ക് ഷഹീദിന്റെ കൂലി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.